വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് 1-2 ആഴ്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ ഒരു പ്രശസ്തനായ ധ്യാന ഗുരുവിൻ്റെ ഒരു മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ വൈറലായി. അതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ അതിഭീകരമായ ഒരു ദുരന്തം വരാൻ പോകുന്നു, അതുകൊണ്ട് എല്ലാവരും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകാന്ത്യത്തെക്കുറിച്ചും മനുഷ്യപുത്രൻ്റെ വരവിനെക്കുറിച്ചും സംസാരിക്കുന്ന പശ്ചാത്തലത്തിലാണ്. മനുഷ്യപുത്രൻ്റെ വരവിൻ്റെ സമയമോ മണിക്കൂറോ ആർക്കും തന്നെ അറിയാൻ പാടില്ല. മാലാഖമാർക്കറിയാൻ പാടില്ല. എന്തിന്? പുത്രനു പോലും അറിയാൻ പാടില്ല. ഈശോയ്ക്ക് പോലും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് നമ്മുടെ ആത്മീയ മേഖലയിൽ നിൽക്കുന്ന നേതാക്കൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഉറപ്പായിട്ട് പറയുന്നത്. ഇത് ക്രിസ്തുവിൽ നിന്നുമുള്ള അകലമാണ്. കാരണം ക്രിസ്തു തന്നെ തൻ്റെ അറിവിൻ്റെ പരിമിതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പുത്രന് പോലും അറിയാൻ പാടില്ല. ഒരിക്കൽ ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യന്മാരെല്ലാവരും കൂടെ പരാതിയായിട്ട് വന്നു. അവർ പറഞ്ഞു, നമ്മളിൽ ഒരുത്തൻ മനുഷ്യരെല്ലാം പേടിപ്പിക്കുക. എന്നിട്ട് വിശദീകരിച്ചു. അതായത് പിശാച്, കൂടോത്രം, കൈവശം, ബന്ധനം ഇതെല്ലാം പറഞ്ഞ് മനുഷ്യനെ അവൻ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗുരു ഒന്ന് ഇടപെടണം, ഇവനെ വിളിച്ച് ഒന്ന് ഉപദേശിക്കണം. ഗുരു അവനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു. അപ്പം പറഞ്ഞു, ശരിയാ, ഇതൊക്കെ ഞാൻ പറയാറുള്ളതാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, ഞാൻ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇതൊക്കെ പറയുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാനിതെല്ലാം പറയുന്നത് ഗുരുവിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. കാരണം ആളുകൾ നമ്മളെ വിട്ടു പോകാതിരിക്കാനാണ് പേടിപ്പിക്കുന്നത്. കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഭയം ജനിപ്പിക്കുന്നത്. അപ്പോൾ ഗുരു പറഞ്ഞു, കൂടുതൽ ആളുകൾ വന്നെന്നിരിക്കും, വന്നവരാരും പോയില്ല എന്നും ഇരിക്കും. പോരാതിലൊക്കെ ഉപരിയായിട്ട് കൂടുതൽ സമ്പത്തും പ്രശസ്തിയും നമുക്കുണ്ടായെന്നിരിക്കും, നിനക്കും അതുണ്ടായെന്നിരിക്കും. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? കള്ളം പറഞ്ഞുകൊണ്ടിരുന്നാൽ, അസത്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിനക്ക് നിന്നെ തന്നെ നഷ്ടമാകും. പോരാ, ദൈവത്തെയും നിനക്ക് നഷ്ടപ്പെടും.